this is going to be the most memorable day in my life. Dreams do come true എന്ന് പറയുന്നത് ഇന്നാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ഹീൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഓബ്വിയസ്ലി എവരി വൺ നോസ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോൺസേഴ്സ് ആണ്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. ഇതിൽ ആക്ച്വലി കുറച്ച് പ്രോഡക്റ്റ്സ് ഞങ്ങൾ ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് പോയപ്പോൾ എനിക്കൊരു ഹാമ്പർ കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് I got in touch with them and എനിക്കിവർ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ചവനപ്രാശം ഞാൻ ആക്ച്വലി ഇപ്പം കോവിഡ് ആണെങ്കിലും അല്ലെങ്കിലും വാട്ട് ഐ ഡു ഇസ് എനിക്കൊന്ന് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂറിനുള്ള ഒരു തിങ്കിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ചവനപ്രാശം ഇങ്ങനത്തെ ഒരു ഹെർബൽ സാധനങ്ങളാണ്. ചവനപ്രാശം ഇറ്റ്സ് ആക്ച്വലി ഓർഗാനിക് ജാം ആണ് ചവനപ്രാശം എന്നും പറയും. സോ ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പണ്ട് തൊട്ടേ കഴിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇവിടെ നല്ലത് കിട്ടില്ലായിരുന്നു. ബട്ട് ഐ എം സോ ഗ്ലാഡ് ഹീൽ ഹാസ് ബോട്ട് ഇറ്റ് അപ്പ്. സ്പൈറലീന ക്യാപ്സ്യൂൾ. ഇറ്റ്സ് ആക്ച്വലി സ്പൈറലീന എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. അത് ഇസ് നോൺ ആസ് എ സൂപ്പർ ഫുഡ്. അതിൽ ഇസ് ഫുൾ ഓഫ് വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ഹാസ് എവറിത്തിങ്. ഐ ഹൈലി റെക്കമെൻഡ് എവ്രി വൺ ഹാവ് ദ സ്പൈറലീന ക്യാപ്സ്യൂൾ. ഐ ഹൈലി റെക്കമെൻഡ്. ഞാൻ കൊച്ചിലേ തൊട്ട് എന്ന് പറയുമ്പോൾ ഒരു 10-12 years തൊട്ട് കഴിക്കുന്നതായിരുന്നു. എബ്രോഡിൽ വെച്ച് ഇവിടെ വന്നപ്പോൾ അത് മുടങ്ങി. ദിസ് ഇസ് ഹൈലി റെക്കമെൻഡഡ്. അല്ലാതെ ഞാൻ സ്ഥിരമായി കഴിക്കുന്നതാണ്. എസ്പെഷ്യലി ഫോർ മൈ സ്കിൻ ആൻഡ് ഹാർട്ട് ഹെൽത്ത് എല്ലാത്തിനും omega-3 ക്യാപ്സ്യൂൾസ്. ഇറ്റ്സ് ഓൾസോ റിയലി ഗുഡ് തിങ്. അതല്ലാതെ ഇവർക്ക് ഇതിൽ അല്ലാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ മറ്റേ പാക്കേജിലായിരുന്നു. അവർക്ക് ഹാൻഡ് വാഷ് ഉണ്ട്, ടീ ട്രീ ഓയിലിൻ്റെ ഒക്കെ, വിച്ച് ഇസ് സ്മെല്ലിങ് സോ ഗുഡ് ആൻഡ് പ്രിയയുടെ ഒക്കെ ഹാൻഡ് പെട്ടെന്ന് ഡ്രൈ ആവും ഒരുപാട് സോപ്പ് ഉപയോഗിച്ചാൽ. എനിക്കങ്ങനെ കുഴപ്പമില്ല. ബട്ട് ദാറ്റ് വൺ ഹാസ് നോ ഇഷ്യൂസ് അറ്റ് ഓൾ. അതല്ലാതെ ഒരുപാടുണ്ട്. സോപ്സ് ഉണ്ട്. ഇവർക്ക് വേറെ ഉണ്ട് ഈ ആൻറ്റിസെപ്റ്റിക് സ്പ്രേ വിച്ച് ഐ എം സീയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. അത് മറ്റേ ബോക്സിലാന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ആൻഡ് എവറിത്തിങ് ഇസ് ഹൈ ക്വാളിറ്റി. ഇത് ഇസ് അലൗഡ്. ഏറ്റവും പോർട്ടബിൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പറ്റിയ സാധനമാണ് സാനിറ്റൈസർ. ഇത് വളരെ എളുപ്പമാണ്. ശരിക്കും നമ്മുടെ ഒരു പെർഫ്യൂമാണെന്ന് തോന്നുന്നു. മണവും പെർഫ്യൂം പോലെ തന്നെയാണ്. പക്ഷെ വെരി കൺവീനിയൻറ്റ്. നിങ്ങൾക്ക് ഹീലിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങണമെങ്കിൽ ഒരു എല്ലാ കടകളിലും കിട്ടുമെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പ്രൊഡക്ട്സ് വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോകാം, heal.com. ഞാൻ അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രം സ്പോൺസർ ചെയ്യാതെ ഞങ്ങളെയൊക്കെ കൂടെ സ്പോൺസർ ചെയ്യും. പിന്നെ ഒരു സംസാരം ഇല്ലായിരുന്നു. 2 ദിവസത്തിൽ എല്ലാ സെറ്റ്. സോ ഹീൽ ഇസ് മേക്കിംഗ് അവർ ഡ്രീം കം ട്രൂ. പ്രിയ അപ്പോൾ ഇത് കറക്റ്റായിരുന്നു, റെഡി ആയിട്ടുണ്ട്. പ്രിയ ഇന്നലെ എന്തായാലും സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നപ്പോൾ ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല എന്തായാലും വെയിലില്ല, ഹാപ്പി ആണല്ലോ. ചെറിയ ബോട്ടിങ്, ഒരു നല്ല ലഞ്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് വേറെ റൂം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിവിടെ. അപ്പോൾ നമുക്ക് പെട്ടിയെടുത്ത് പോവാം, എന്നിട്ട് കാറി വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇറക്കിയാൽ മതി. അത് മാത്രം. റൂം മാറ്റുവാന്ന്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് പോവാം ബോട്ടിങ്. ഇത് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ചെയ്യണ്ടേ? ബർത്ത്ഡേ കഴിയാനും കുഴപ്പമില്ലല്ലോ. അനുവിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അത് പ്രമാണിച്ച് നമുക്ക് ആഘോഷിക്കാം കൂടെ. അതെ, അപ്പൊ ഞാൻ റെഡി ആവട്ടെ. ഡാഡി, അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സർപ്രൈസ് ഞങ്ങൾ ഇറങ്ങുവാണ്. പ്രിയക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. പ്രിയയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവിടെ പോയാ വട്ടായി പോയല്ലോ. ഡാഡി അന്ന് പോയി താമസിച്ചപ്പോ എന്തായിരുന്നു സ്പെഷ്യൽ? നല്ല ഫുഡാണ്. പിന്നെ നല്ല വലിയ ഏരിയ ആണ്. നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആന്റിക് ഉണ്ട്, ഒരുപാട് ആന്റിക് ഉണ്ട്. പിന്നെ വിശാലമായ ബെഡ്റൂമാണ്. നല്ല വീടും. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് അവിടെ താമസിക്കുക. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം താമസിക്കുക എന്ന് വെച്ചാൽ വളരെ അടിപൊളി. ഞാൻ അതിനൊരു പൂർണിമയായിട്ട് അവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ താമസിച്ചു. ഡാഡിയുടെ പരിപാടി എന്താ? എനിക്കിന്ന് അവിടെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഞാൻ ഒറ്റയ്ക്കൊന്ന് കുറക്കാന്ന് വിചാരിച്ചു. ഡ്രൈവറുണ്ട്. എന്തായാലും പ്രിയമുള്ളപ്പോ ഒന്നും നടക്കാറില്ല. അവളുടെ കാര്യത്തിന് വേണ്ടി കൂടെ നടക്കണം. ഞാനിപ്പോ ഒറ്റയ്ക്ക് എല്ലാ സ്ഥലവും നിന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ റൂമിൽ വരും. അപ്പൊ ഡാഡിക്ക് ഇവിടെ സ്പെഷ്യൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഡിന്നർ, മറ്റേ നല്ല ദോശ. അപ്പൊ ഓക്കെ ആടി, വന്നിട്ട് കാണാം. ബൈ. പ്രിയ, നമ്മൾ പോകുന്നതിന് മുമ്പേ ഒരെണ്ണം ഉണ്ട്, കണ്ണ് കെട്ടണം. കുറച്ചൊക്കെ ഒരു സിനിമാറ്റിക് രീതി ആവട്ടെ. ജസ്റ്റ് കാറ് കയറി കെട്ടിയാൽ മതി. അവിടെ എത്തുന്നതിന് അത് കുഴപ്പമില്ല. കണ്ണ് കെട്ടിയല്ലേ പ്രിയ? വേദുന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലല്ലോ, അത് അവിടെ ഇറക്കി കാണിക്കുള്ള സംഭവം. ഇതെത്രയാ?
വേദുവിന് പേടിയായി. ഇത് എത്രയാണ് എന്റെ കയ്യില്? എവിടെ? എനിക്കൊന്നും കണ്ടൂടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് നോക്കാം. ശരി, തിക്കട്ട് കെട്ടിട്ട് ഇത് എത്രയാന്നോ? ആ ശരി ശരി. പ്രിയ വാ, പതുക്കെ വാ. ബാഗൊക്കെ എടുത്തോളാം. ബാഗ് കാറിൽ തന്നെ ഇരിക്കുമല്ലേ? എന്റെ ഹാൻഡ് ബാഗ് അതേ എടുത്തോളാം. മതി മതി, അവിടെ നിന്നോ. തുറക്കട്ടെ. എന്താ ഇത്, കഴിക്കാൻ വല്ലതാണോ? അല്ല, നോക്ക്. Where we are. ഇന്ന് നമ്മള് താജ് ലേക്ക് പാലസ് വേൾഡ്സ് ബെസ്റ്റ് ഹോട്ടലിലാണ് താമസിക്കാൻ പോകുന്നത്. This is our surprise birthday gift to you. എക്സ്പെക്ട് ചെയ്തോ? Okay, you take in the surprise. There's no time. ഞാൻ എല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. പ്രിയ, അപ്പൊ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എന്ത് തോന്നുന്നു? I still can't believe. എനിക്ക് അകത്ത് പോയാലേ വിശ്വാസമാവുള്ളൂ. എന്നെ പറ്റിക്കല്ലോ. അല്ല അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല ഗൈസ്, ഇവിടെ കുറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ദിസ് ഇസ് ദ വേൾഡ്സ് നമ്പർ 3 ഹോട്ടൽ ഫോർ എ ലോങ് ടൈം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ദ വേൾഡ്സ് നമ്പർ 1 ഹോട്ടൽ. ഇന്ത്യയിലെ കണ്ടിന്യൂസ്ലി ദിസ് ഇസ് ഇന്ത്യാസ് നമ്പർ 1 ഹോട്ടൽ. പിന്നെ വേറെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയോ? ഓൺലി ദ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ഹിയർ, ഇവിടെ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ ആ പ്രോപ്പർട്ടി കയറാൻ പറ്റുള്ളൂ. യു കാൺ ഗോ ദാറ്റ് ടു ഹാവ് ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, നത്തിങ്. ഇറ്റ്സ് സോ എക്സ്ക്ലൂസീവ്. ഇറ്റ് ഇസ് ഡ്രീം കം ട്രൂ. Just see how pretty is the loading area. I mean docking area. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ തന്നെ കുറേ നേരം ഇരിക്കാം. We are in the lake, on the lake now, and this is our boat. This is our ride to our palace. ഇന്നപ്പുറം ബർത്ത്ഡേ സർപ്രൈസ് ഒന്നും വേണ്ടല്ലോ ഈ ലൈഫിൽ. വേണ്ട, ഇനി എന്റെ ലൈഫിൽ വേറെ ഒന്നും. പോവാ. പ്രിയ, എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്കും തിരിച്ച് തരണം കേട്ടോ, എന്തെങ്കിലും. ഞാൻ തരുന്നതായിരിക്കും. Please be seated. You are the princess. You are the queen. You are the queen today. Just see the room, Priya. Just see the lobby. Look at that. ആ വലിയ മിറർ എന്നുള്ള ഡയലോഗ് പറഞ്ഞേ. എവിടുന്ന് തുടങ്ങാം എവിടുന്ന് അവസാനിക്കുന്ന ഒന്നും നമുക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടിട്ട് നമുക്ക് എടുക്കാം. ഇന്ന് ഞങ്ങൾ വേദുവിന് വാങ്ങിയ ഡ്രസ്സാണ് ഇവിടെ വരാൻ വേണ്ടി മാത്രം. എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പൊ വേദുവിന് നോക്കട്ടെ, രാജസ്ഥാനി ഡ്രസ്, മാച്ചിങ് ഷൂസ് ഒക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ നമുക്ക് എല്ലാം നോക്കിയിട്ട് എടുക്കാൻ സമയം കാണില്ല. നമുക്ക് ഓരോന്ന് പറഞ്ഞു പോവാം. പ്രിയക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ തന്നെ ഒരു അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു. ലോബി ഇങ്ങനെയാണെങ്കിൽ റൂം എങ്ങനെയായിരിക്കും? ഫ്ലോറിംഗ് നോക്ക് പ്രിയ. ഫ്ലോറിംഗ്, എനിക്ക് എങ്ങോട്ടേക്ക് കണ്ടു പോകണം. ഷാൻഡലർ, ദ ഫാൻ, ദ ബ്ലൈൻഡ്സ് നോക്ക്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ബ്ലൈൻഡ്സ്. Look at the view from the lobby. Look at the cushion. അത് ഷോപ്പിംഗ് ആർക്കേഡാണ്. പ്രിയക്ക് സെപ്പറേറ്റ് ഏരിയ. ബട്ട് ഇത് വേറെ ലോബി സെക്ഷനാണ്.
നമുക്കിത് വല്ലാത്ത ഒരു ചലഞ്ച് ആയിരിക്കും ഇതൊരു ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ്. ദിസ് ഇസ് ദ വേൾഡ്സ് #1 ഹോട്ടൽ ആൻഡ് ദെയർസ് എ റീസൺ ഫോർ ദാറ്റ്. റൂം റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇറ്റ്സ് എ സ്പെഷ്യൽ റൂം. അപ്പോൾ അതിന് മുമ്പേ ഇറ്റ്സ് എ സ്പെഷ്യൽ റൂം. ഇറ്റ്സ് നോട്ട് എ നോർമൽ റൂം. സോ എന്നെ എന്താ പറയാ ഇങ്ങനെ So first we have a hotel tour. It's a palace tour. It's a hotel tour nu parayan pattilla. We'll have the beautiful palace tour and then we can have lunch and then we can proceed to the room. So just this was the reading room of the palace. Reading room thanne noki endoru It is still maintained that way, no? എത്ര വർഷം പഴക്കം? I think it will be the only hotel with a reading room like this, alla? 272 years old. Oh. Yeah. So from the lobby, the beautiful lobby, we are in the reading room. They have an astrologer here also. Astrology നോക്കാം. നമുക്ക് നോക്കാം. നോക്കണം വെറുതെ ഇല്ലാത്ത ടെൻഷൻ. This is your place. I know, dance floor. This is a Jankar courtyard and they have live performance in this beautiful place where we can sit all around and enjoy. That's the bar. അത് നമുക്ക് കാര്യമില്ല. But look at the fountain. Look at the places. Look at the fountain garden. All this is inside. This is a man-made island, kata. Yeah. The king made it as a pleasure palace and still rise. ഇപ്പോഴും അതൊരു pleasure palace പോലെ തന്നെയാണ്. ഇതൊരു ഭംഗിയല്ലേ ഇത് കാണാൻ. Amazing. അതല്ലേ വേൾഡ്സ് ബെസ്റ്റ് ഹോട്ടൽ ആയി കിട്ടുന്നത്. അതിന്റെ അകത്ത് വരുമ്പോഴേ അതിന്റെ ഭംഗി കാണുമ്പോഴേ മനസ്സിലാവും. True. വേദന ഓടി നടക്കാൻ ഇഷ്ടംപോലെ. Just see the beautiful bar അല്ലേ. ബാറിൽ നിന്ന് ഭയങ്കര വ്യൂ പ്രിയ. അപ്പുറത്തല്ലേ ലേക്കല്ലേ വ്യൂ. Yeah, we'll just go through the bar and just check out. Just see the bar. Wow. നമ്മൾ കുടിക്കില്ലെങ്കിലും just see this. എന്തൊരു ഭംഗിയാ. Bah. Just see a peacock. Look at that. Oh my god. This is so beautiful. We can sit there and drink. എനിക്കൊന്ന് കുടിക്കാത്തവരൊരു കുടിച്ചു തോന്നുന്നല്ലേ. സത്യമല്ലേ. Where the peacock? And just imagine sitting here and drinking something with this view, Priya. Oh my god. വീണ്ടും ചുമ്മാ ബെസ്റ്റ് ഹോട്ടൽ in the world എന്ന് പറയുന്നത്. See that ceiling and the lights, the fan. Oh my god, this is ഒന്നും പറയാൻ പറ്റുന്നില്ല. Stunning it is. ഇവിടുന്ന് നോക്കി. ഇതൊക്കെ ഓരോ സീറ്റിംഗ് ഏരിയ ആണ് കേട്ടോ ബാറുണ്ട്. ഐ എം സോറി ഗൈസ്, ഇത് ലെങ്ത് കൂടിയാലും നിങ്ങൾ കാണുക. കാരണം വി ഹാവ് ടു ക്യാപ്ചർ എവറി ആസ്പെക്ട് ഓഫ് ദിസ് ഹോട്ടൽ. അതൊക്കെ കാണിച്ചേ. ഇത് നോക്ക്, ഔട്ട്ഡോർ ഏരിയ. അത് മേളിൽ നിന്നൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാം കാണിക്കും. കാരണം വേൾഡിലെ ഫസ്റ്റ് വ്ളോഗേഴ്സ് വന്നു തോന്നുന്നു ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. അതെ, നമുക്ക് തന്നെ ഉണ്ടായി പറയണം. അതെ, സൂപ്പർ. അടുത്ത് നമുക്ക് സമയമില്ല കുഷൻ കവറും കാണിക്കാം. ഒരുപാട് ലെങ്ത് വരും വീഡിയോയ്ക്ക്. ഇത് നമ്മൾ റൂമിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. ഓ, how pretty is this? Just imagine how beautiful it will be in a nice ഒരു restaurant ഉണ്ട്. That sounds amazing. Restaurant ഒക്കെ ലാസ്റ്റ് കാണിക്കാം. Oh my god. This is the room area. All these are the rooms. പക്ഷെ നടുക്ക് എന്താണെന്നറിയോ? It's a lily pond. Yeah. ഇത് സിനിമയിൽ കണ്ടിട്ടില്ല? ഒക്ടോപസ് എന്ന് പറഞ്ഞ ജെയിംസ് ബോണ്ട് മൂവി ഷൂട്ട് ചെയ്തതാ. Yeah. Just see this, Priya. All this is in middle of a lake. You have to understand that. Oh my god. This is so beautiful. Stunningly amazing, no? Where are birds flying? Oh. See, ഇവിടെയൊക്കെ റൂംസ് ആണെന്ന് തോന്നുന്നു. ചുറ്റും റൂംസാ. അപ്പോൾ വ്യൂ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ കാണുന്നത്? ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് ലേക്കിലേക്കും. ഇതൊക്കെ റൂംസ് ആണ്. ആൻഡ് വേറെ ഒന്നും പറയാനില്ല. ചെറിയ അമ്പലമുണ്ട്. ചെറിയ ടെമ്പിൾ ഉണ്ട് ബാക്കില്. നമുക്ക് വൈകുന്നേരം എക്സ്പ്ലോർ ചെയ്യാം. ഇനി ഞാൻ ഫുഡിന്റെ കാര്യം പറയട്ടെ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ വരുമ്പോൾ ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാം. ബുഫേ ആണ്. സോ അൺലിമിറ്റഡ് ഫുഡാണ്.
നമുക്കപ്പോൾ നേരെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റൂം ടൂർ ഒക്കെ ചെയ്യാം. നമ്മൾ ആദ്യം സ്റ്റണ്ടാണ് ഇതൊക്കെ കാണാൻ. എൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട്, ഞാനും ഇതും ഇവിടത്തേക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയാണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഇമാജിൻ ഹൗ ഗുഡ് ദ ഫുഡ് ഇസ് ഗോയിങ് ടു ബി. വെരി നൈസ്. ഇത് എവിടുന്നാ? ഓ ഇത് ജറോക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ്? Look at the walls, the ceiling. Stunning, no? But the best part is the view from here, right? There is actually lakeside dining here. ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചാലോ നമുക്ക്. മറ്റേത് വേണമെങ്കിൽ പിന്നൊക്കെ പോവാലോ. അപ്പോൾ പ്രിയക്ക് ഒരു സ്പെഷ്യൽ സ്പോട്ട് അവർ കൊടുത്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട്. How was it, Priya? Just see how beautiful the private dining space is. Too good, no? Shit, amazing. Now the food. ഞാൻ ഫുഡിനെ കുറിച്ച് ഞാൻ പറയാം. ഫുഡിൽ സാലഡും ഡെസേർട്സും മാത്രമേ ഉള്ളൂ ബുക്കിൽ. ബാക്കി എല്ലാം മെയ്ഡ് ടു ഓർഡർ. സോ ഐ ഡോണ്ട് നോ എന്തൊക്കെ ഓർഡർ ചെയ്യുന്നത്. എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി സ്റ്റണ്ണിംഗ്ലി അമേസിംഗ്. പ്രിയ ഇവിടെ അതല്ല, ഞാൻ രണ്ടുമൂന്ന് കാര്യം എനിക്കൊരു സുഖം തോന്നിയില്ല. ഞാൻ ചോദിച്ചു എന്താണെന്നറിയോ, ബുഫേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വി ഡോണ്ട് എക്സ്പെക്ട് എ ബുഫേ. കാരണം വി എക്സ്പെക്ട് ഹൈലി ഗുഡ് സർവീസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻസ് കുറച്ച് വന്നുകൊണ്ട് ഒരു പേരിന് മാത്രമേ ഉള്ളൂ ഇത്. എവറിത്തിങ് വാട്ട് യു വാണ്ട് യു ക്യാൻ ഓർഡർ ഫ്രം ദ മെനു വിച്ച് അൺലിമിറ്റഡ്. ജസ്റ്റ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ പോയി എടുക്കാൻ. ദാറ്റ്സ് സ്മോൾ സ്പ്രെഡ് സാലഡ് മാത്രമേ ഉള്ളൂ അവിടെ. സോ ഇറ്റ്സ് ഗുഡ്. ഐ ഡോണ്ട് ലൈക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോൾ വി നീഡ് ഗുഡ് സർവീസ് ആൻഡ് ടേബിൾ. സോ ബുഫേ ഒരു പേരിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് റീസെന്റ് തുടങ്ങി. അത് നെവർ ഹാഡ് ബുഫേ. ഇപ്പൊ ഫോറിനേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യൻ ഗസ്റ്റ് ലൈക്ക് മീ ലൈക്ക് ബുഫേ. നോ, അതുകൊണ്ട് ഒരു പേരിനൊരു ബുഫേ. അതല്ലാതെ ഇവിടുത്തെ റെസ്റ്റോറന്റ് മാനേജർ ഒരു മലയാളിയാണ്. എന്നോട് കുറെ പേര് വന്ന് സംസാരിച്ചു, എന്ത് വേണം ഒന്ന് പറഞ്ഞാൽ മതി, ഇത് നമ്മുടെ ചാനൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. സോ ഹി സേഡ് മതി. So he's also. അപ്പൊ മെനു വരും, നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ ഒരു മെനു കൊണ്ടുവന്ന് തന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞോളാം. എന്ത് പറയണം ഇൻക്ലൂഡ്. പക്ഷെ റേറ്റ് ഒക്കെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്ത് നിന്നാ പാടാ. റസ്മലായി എനിക്ക് 1000 രൂപ. ബിരിയാണി എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റേറ്റ് നോക്കുന്നവരല്ലോ പ്രിയ വരുന്നത്. വേൾഡ്സ് ബെസ്റ്റ് ഹോട്ടൽ നോക്കണ്ട, വന്ന് നമ്മൾ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. എനിക്ക് പാസ്താസ് ഒക്കെ ഭയങ്കര സംഭവം സാധ്യതയുണ്ട്. എന്താ ഓർഡർ പ്രിയക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇത്രയും എക്സൈറ്റഡും കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഹോട്ടലും വന്നിട്ടില്ല. വി ആർ ഓവർവെൽഡ്. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. വി ആർ സോ ഓസ്ട്രക്. അപ്പൊ ദാൽ സൂപ്പിലാണ് തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രിയ? അതെ, എന്ത് സാധനം ഓർഡർ ചെയ്താലും ആ വേദ മോൻ പപ്പടത്തിന് അങ്ങനെ ഭയങ്കര ടേസ്റ്റ് അല്ലേ മോൻ? സോ ക്രീമി, ട്യൂമറിക്കിന്റെ ഫ്ലേവർ, ലിറ്റിൽ ബിറ്റ് സോൾട്ടി. വേദ 2 പപ്പടം ഒക്കെ എടുത്ത് കഴിക്കുന്നു ഒരുമിച്ച്. നല്ല പയ്യായി. വേദ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടർ മട്ടനും ചിക്കനും ആണ്. ഫുഡിലൊന്നേ അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഇവിടുത്തെ കബാബൊക്കെ എന്ത് പറയാനാ. പ്രിയ കബാബ് കഴിച്ചോ? ഇത് മിൻസ് ലാമ്പ് വെച്ചുണ്ടാക്കുന്ന കബാബാണ്. മട്ടൻ എനിക്കൊന്ന് കിങ്സ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഡൈൻ ചെയ്തിരുന്ന ക്വാളിറ്റി ഫുഡാന്ന് തോന്നുന്നു. നിങ്ങൾ ഇതിൽ ഫുൾ എന്റെ ഫുഡിന്റെ എക്സ്പ്രഷൻ എന്ന് മാത്രമേ കേൾക്കുള്ളൂ. ഒരു അഭിപ്രായം പറയാം. ഇത് എന്റെ പ്ലാറ്റർ ആണ്, ബ്രൂഷറ്റ പ്ലാറ്റർ. സോ ദിസ് ഇസ് റോ ട്യൂണ ടാറ്റാർ എന്ന് പറയും. ട്യൂണ ടാന. ദിസ് ഇസ് സാൽമൺ. ദിസ് ഇസ് ചിക്കൻ. ഇതെല്ലാം റോ ആണ്. അതുകൊണ്ട് പ്രിയ കഴിക്കില്ല. പക്ഷെ ഐ ലവ് ഇറ്റ്. പ്രിയക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. പ്രിയക്ക് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഭയങ്കര ഇഷ്ടപ്പെടും. ഒലിവ് ഓയിൽ, പെപ്പർ, വേറെ ഒന്നും ഇല്ല. പ്രിയ ഇതൊന്നും ട്രൈ ചെയ്ത്
സ്മോക്ക് ചിക്കൻ, ശരിക്കും സ്മോക്കിന്റെ ഫ്ലേവർ, ക്രിസ്പി ബ്രെഡ്, സൂപ്പർ അല്ലേ? ബാക്കി രണ്ട് റോയ യുവോണ്ടി ഞാൻ കഴിച്ചോളാം. പിന്നെ നച്ചുവിന്റെ സാധനം സ്മോക്ക് സാൽമൺ. നച്ചു ഇതൊരു 10 എണ്ണം കഴിച്ചാൽ ഗ്യാരണ്ടി. It's really good. അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തു സെയിം മെനു ആണ്, ഡിന്നറിന് സെയിം മെനു, രണ്ട് റെസ്റ്റോറൻറ്റ് സെയിം മെനു. ഉച്ചയ്ക്ക് നല്ല ലോക്കൽ രാജസ്ഥാനി ടൈപ്പ് ഒക്കെ ട്രൈ ചെയ്തിട്ട് രാത്രി വെസ്റ്റേൺ ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. അപ്പൊ എല്ലാം ആവുമല്ലോ. അപ്പൊ ഇതിപ്പോ ബിരിയാണി, ലാൽമാസ്, പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സീ ഫുഡ് പ്ലാറ്റർ ഉണ്ട്, അതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രിയ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞു, എന്ത് തോന്നുന്നു? നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് വലിയ സ്റ്റാർസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ആ അംബാനിയുടെ മോളുടെ കല്യാണം ഇവിടെ ആരൊക്കെ വന്നു? പ്രിയങ്ക ചോപ്രയൊക്കെ വന്നു. പ്രിയങ്ക ചോപ്ര പ്രിയങ്ക എന്ന ചേരില് പ്രിയ മോഹൻ. My name is also പ്രിയങ്ക. പ്രിയങ്ക മോഹൻ എന്നാണ് ശരിക്കുള്ള പേര്. പ്രിയങ്ക മോഹൻ ഇരിക്കുന്നു. അടിപൊളി. അതാണ് ജെയിംസ് ബോണ്ടൊക്കെ ഇരുന്ന് കാണും ഇവിടെ. എന്താ അല്ലേ, രാജാക്കന്മാര് വരെ ഇരുന്ന് കാണും ഈ ഏരിയയില് പ്രിയ. എനിക്ക് ഇപ്പോഴും I cannot believe this is so beautiful. This place is റൂം എന്തായിരിക്കും? unbelievable. I know. ഇത്രയും ഭംഗിയാണെങ്കിൽ മുമ്പ് എന്ത് ഭംഗിയായിരിക്കും കാണാൻ. I'm so excited. അപ്പൊ ഞാൻ ലാൽമാസ്, ദ ലവ് ഫോർ ലാൽമാസ് കണ്ടിന്യൂസ്. പക്ഷെ ഇവിടുത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടത്തെയും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അത്ര അടിപൊളിയായിരിക്കും. ബിരിയാണി, മട്ടൻ ബിരിയാണി രണ്ടിലും എനിക്ക് മറ്റേ മജ്ജയുള്ള സാധനം പീസാണ് കിട്ടിയത്. പ്രിയക്കൊരു ഫൈൻ ഡൈനിങ് സീ ഫുഡ്, ഇവരുടെ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് വിത്ത് കോക്കനട്ട് മിൽക്ക് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ പ്രിയ, ലുക്ക് അറ്റ് ദ പ്ലേറ്റിംഗ് പ്രിയ. ഈ പ്ലേറ്റില് ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടായാൽ ഇറ്റ് വോണ്ട് കം ഔട്ട് ഓഫ് ദ കിച്ചൺ. ഞാൻ ഇവരുടെ ഷെഫായിട്ട് പണ്ട് സംസാരിച്ചിട്ടുണ്ട്, അത്രയും സ്റ്റാൻഡേർഡ് ആണ്. ഇതില് ഒരു ഫിംഗർ പ്രിന്റ് വരാൻ പാടില്ല, അത്രയും അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ്. ഇതുണ്ടോ മട്ടൻ തൊട്ട് കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരുമോ, എന്ത് ടെൻഡറാന്നൊന്ന് നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാലോ. ഹൗ ഡെലിഷ്യസ് ഇസ് ഗോയിങ് ടു ബി. ഞാൻ അറിഞ്ഞുകൊണ്ട് ലാൽമാസത്ത് വേറെ ഒന്നും റോട്ടി ഒന്നും പറഞ്ഞില്ല, അതിന്റെ ടേസ്റ്റ് പ്യുവറായി കിട്ടാൻ വേണ്ടി. You have to try it. ലാമ്പ് ചുഴിയണ്ട, വെറുതെ വായ വെച്ചാൽ അടുത്ത് പോയിക്കോളും. സെയിം ടൊമാറ്റോ അണിയൻ ഗ്രേവി, പക്ഷെ ആ ലാമ്പിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്. പിന്നെ അത്ര ഓയിലി അല്ല, സാധാരണ എല്ലായിടത്തും ലാൽമാസ് ഭയങ്കര ഓയിലി ആയിട്ടാണ് കണ്ടത്. പിന്നെ മെയിൻ സംഭവം ഇത് വിടാൻ പാടില്ലല്ലോ. എന്തൊരു ടേസ്റ്റ് ഇത്. ഒന്നും പറയാനില്ല. പ്രിയയുടെ എങ്ങനെയുണ്ട് പ്രിയ? ഒന്നും പറയാനില്ല. പറയാനാ മട്ടൻ പീസിനൊക്കെ സൈസ് കണ്ട, എന്ത് പറയാനോ നോക്ക്. ഇവിടെ എനിക്കൊന്ന് ഒരുപാട് ലൈഫിലെ ഫസ്റ്റ് കാണുമ്പോൾ സ്റ്റെഫാൻ സ്റ്റേയിങ് പാലസ് ഇസ് എ ഫസ്റ്റ്. അതല്ലാതെ ഈ ചെറിയ ഇത് കണ്ട ഈ സാധനം, താങ്ക് യു, ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്ക്. I think it's gulab jamun. Yeah, പക്ഷെ ടേസ്റ്റ് ചെയ്ത് gulab jamun. കണ്ടറിഞ്ഞേ അറിയണ്ട, അതൊന്നും അറിയണ്ട. What is this? It's a baked gulab jamun. What? Yeah, it is not a single drop of oil. Wow, tastes so good. ഞാൻ തീർക്കല്ല, എനിക്ക് ട്രൈ ചെയ്യണം. അതല്ലാതെ ഞാൻ എടുത്തത് ബ്ലൂബെറി ചീസ് കേക്കും ഉണ്ട്, ചോക്ലേറ്റ് എക്ലേഴ്സും ഉണ്ട്. ഇന്ത്യൻ സ്വീറ്റ്സ് ഇഷ്ടമല്ലെങ്കിലും ഇവിടുത്തെ സ്റ്റാർ ഈ പ്രിയയുടെ ഗുലാബ് ജാമുൻ തന്നെയാണ്. ഗുലാബ് ജാമുൻ്റെ മുകളിൽ റബ്ഡിന്ന് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റബ്ഡി എന്ന് പറയുന്നത് സ്വീറ്റ് മിൽക്ക്, എനിക്ക് അറിയില്ല, റബ്ഡി ഇട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ. ഗുലാബ് ജാമുൻ്റെ അകത്ത് നട്ട്സ്, സോ ക്രഞ്ചി ഗുലാബ് ജാമുൻ. ഓ, ഇനി അടുത്തത് നമ്മൾ റൂമിലേക്ക് പോകും. പ്രിയാസ് റൂം ടൂർ, ബർത്ത്ഡേ ഗേൾസ് റൂം ടൂർ. ഇതിൽ എന്റെയും കൂടെ ഒരു റൂം ടൂർ
കാരണം പ്രിയക്ക് അറിയില്ല എന്താ പറയേണ്ടത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് നിൽക്കുകയാണ്. എനിവേ ഐ എം സോ ഗ്ലാഡ് ദാറ്റ് ഷീ സർപ്രൈസ്. എൻ്റെ സർപ്രൈസ് വർക്ക്ഔട്ട് ചെയ്ത് ഷീ സോ ഹാപ്പി. നീ പ്രിയാസ് റൂം ടൂർ ബെല്ല് കണ്ട. Hi guys, welcome to Taj Lake Palace. ഉദയ്പൂർ. Udaipur. ഞാൻ പറഞ്ഞു ഇതിലേ പറഞ്ഞു. So welcome to Priya's room tour. Come on. ഇതാണ് ഞങ്ങളുടെ സ്വീറ്റ് റൂം. ആദ്യം തന്നെ ബെഡ് കാണിച്ച. No, wait. See this. അതിലല്ല കാണിക്കാൻ പറഞ്ഞു ഇവിടെ. See this. അവര് എന്നെ നമ്മുടെ വ്ലോഗൊക്കെ കാണാറുണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞോണ്ട് അവര് എനിക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുക. അത് വേദു. നോക്കി അതിലും ആന പ്രിയ. വാട്ട് ഈസ് ദിസ്? ഹൗ ഈസ് ദിസ് ഹാപ്പനിങ്? അതായത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടെന്ന് അർത്ഥം. എവിടെ പോയാലും ആനയുണ്ട്. എന്തൊരു സർപ്രൈസ് അല്ലേ, കൊറേ ആനയും കേക്കും. ഇതൊക്കെ ഞാനാണ് കേട്ടോ ഉത്തരവാദി. ഐ ലവ് യു. നോക്ക, ഇത് ഞങ്ങളുടെ സ്വീറ്റ് ബെഡ്, കംഫി ആണ്. കട്ടിലൊക്കെ നോക്കിക്കേ, എന്തൊരു ഭംഗിയാ, ട്രഡീഷണൽ ആയിട്ടാണ്. ഇത് നോക്കിയേ, ഇത് നല്ല പെയിന്റിംഗ് ആണ്. റൂഫിന്റെ ഡീറ്റെയിലിംഗ് കണ്ട. ഫുൾ റൂഫ് ഈസ് ലൈക്ക് ദാറ്റ്. ഇത് നോക്ക്, അലാറം ക്ലോക്ക് വരെ. ഇതൊന്നും നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കാണുമല്ലേ, അലാറം ക്ലോക്ക് ഒക്കെ. എന്തൊരു ഭംഗിയാലേ കാണാൻ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്, ഒരു കൗച്ച് ഉണ്ട്, വേദു ഉണ്ട്, രാജസ്ഥാനി വേദു. കംഫർട്ടബിൾ കൗച്ചാണ്. ഇരിക്കുമ്പോ തന്നെ ഒരു റാണിയുടെ ഒക്കെ ഒരു ഫീല് വരുന്നുണ്ടല്ലോ അല്ലേ. കൗച്ചാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ബാത്റൂം അല്ല, ബാത്റൂം അല്ല, കാണിച്ചു തരാം. ഇത് നോക്കൂ, ഇവിടെ നോക്ക്. It's called Jaroka, but just see the pillow decoration and ഇതൊക്കെ പൊക്കി കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ. ഇവന്റെ ബ്ലൈൻഡ്സ്, ഈ ഗ്ലാസ് വർക്ക്, ഈ ഒരു സീലിംഗ്. ഇവിടെ നോക്ക്, എന്തൊരു ഭംഗിയാണ്. ഇവിടെ സീറ്റിംഗ് നോക്കിയേ, കുഷൻസ് ഒക്കെ ഒന്ന് ഇരിക്കി പറയാ, എല്ലാരും കാണട്ടെ. നോക്കൂടെ, എനിക്ക് വയ്യ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഫുൾ ഡേ. ഇവിടെ വ്യൂവും കണ്ടുകൊണ്ട്. വേജു വാ, വേജു നമുക്ക് ഇവിടെ ഇരിക്കാം. വേജു ശൂഷി വരി, ശൂഷി. ഞാൻ ഈ ബാത്റൂം കാണിച്ചു. അതൊക്കെ കഴിയട്ടെ. ലാവിഷ് ആയിട്ട് ഇരിക്കാം. അതെ, എൻജോയ് ചെയ്യാം. പോയിക്കോ. വേദു പോകുന്നുണ്ട് വ്യൂ നോക്കാൻ. ഇത് കാപ്പറ്റതിനാണല്ലോ. എന്തൊരു വാക്കാലേ കൊടുത്തിരിക്കുന്നത്. ഇത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം, കാരണം ഒരുപാടൊണ്ട്. ലുക്ക് അറ്റ് ദ മിറർ, മിനി ബാറിന്റെ വർക്ക് നോക്ക്. ഇത് ഇവിടെ ആന, ഇവിടെയും ആന പ്രിയ. മാർബിളില് ഒരു മിറർ ഉണ്ട്, പിന്നെ എല്ലാം കോഫി പൗഡർ, ഹണി ഒക്കെ ഉണ്ട്, നാച്ചുറൽ ഹണി, espresso machine. So machine is there. Mini bar is also there. Like it's empty. പക്ഷേ Corona, but and the work desk is so good, no? Now come on. Book holder, that's also so ഒരു ഡിഫറെന്റ് ടൈപ്പ് ആണ്. പ്രിയക്ക് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. നമ്മുടെ ക്ലോസറ്റ് നോക്കി, cool, no? Yeah. All royal things. Wow. See the bath. അത് ഒരു ജയ്പൂരി സ്റ്റൈൽ പ്രിയ. I love the fabric. Wow. അത് വേണമെങ്കിൽ ചോദിച്ചറിഞ്ഞ കൊണ്ടുപോകാം കേട്ടോ. So cool, no? Yeah. See the mirror. അത് പ്രിയക്ക് പറ്റിയത്. What is happening here? ആനെ പ്രിയയുടെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് വർക്കും ഇന്നത്തെ എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. അത് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നടത്താനായിട്ട്, ഈ ഒരു ഡീല്. അതിന്റെ ഗുണമാണ് എല്ലാവരും പറയണേ, പ്രിയാസ് വെരി ലക്കി, വെരി ലക്കി. Absolutely I'm very lucky. അല്ലേ? See this nice, no? Yeah. Cool. And ഇവിടെ വേറൊരു കബോർഡ്. ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇരുന്ന് ഡ്രസ് ചെയ്യാനായിട്ട്. ഇവന്റെ സ്വിച്ച് ബോർഡ് കണ്ട പ്രിയ, ബ്രോൺസ് ആണ്. Wow. Yeah, so It's bronze. Yeah, everything is bronze. ഇതിന്റെ അപ്പുറം അറ്റൻഷൻ ടു ഡീറ്റെയിൽ വരില്ല. വെറുതെ അല്ല, ഇറ്റ്സ് നോൺ ആസ് വേൾഡ്സ് നമ്പർ 1. ഇത്രയും കോടി ഹോട്ടലുകളില് നമ്പർ 1 ഹോട്ടൽ. നമ്മള് വോൾഡ്രോഫ് അസ്റ്റോറിയയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഓസ്ട്രക് ആയിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. This is such a stunning place, no? അത് പിന്നെ വെക്കാം. ബാത്റൂം കാണിക്ക്. നമ്മള് എടുത്ത സാധനം റൂം ടൂർ 5 മിനിറ്റ് ആയി. അത് എക്സൈറ്റ്മെന്റ് കാരണമാ. Now,
see my bathroom. Oh, nice. All marble. Fully marbleized bathroom. It's like a palace. അല്ലേ bathroom? See the bathtub. ഇത് ഏത് ഭയങ്കര എക്സൈറ്റഡ് ആയി പുറകെ നടക്കും. സാധാരണ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്. See the bathtub. Bathtub. നോക്ക് അത് സ്റ്റാൻഡ് ഒക്കെ നോക്കി. ബാത്ടബിന്റെ സ്റ്റാൻഡ് വരെ കണ്ട പഴയ രീതിയിലാണ്. ഡീപ് ബാത്ടബ്. അതിന്റെ കൂടെ ഇവിടെ See they have given അറിയോ ബാത്ടബില് വൈനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാം. And see the lamp shade കൊടുത്തിരിക്കുന്നു. And look at the mirror and ഈ ഒരു ഗ്ലാസ് ഈ സിൽവർ ഭയങ്കര ഷൈനിങ് അല്ലേ എല്ലാത്തിനും. എന്ത് പറയണം അറിയില്ല. It's so good. And just see the they have luxury butter soap. Oh, even എല്ലാത്തിനും കണ്ട ദേശി ഗുലാബ് ആൻഡ് മാൻഡ്രിൻ ആൻഡ് ദേശി ഗുലാബിന്റെ ഒക്കെ ബോഡി ലോഷൻ ആണ്. അപ്പൊ വലിയ മിറർ ഉണ്ട്. അതെ അതുണ്ടല്ലോ. And shower area separate ആയിട്ടുണ്ട്. Everything is silver. Silver. There is another bathroom. And see this floor and everything is marble. Everything is marble. അത് match ചെയ്ത് പോകുന്നുണ്ട്. Even the ഇത് കണ്ടോ marble. Top. Even the dustbin ഭംഗി നോക്ക്. എന്താ ഇവിടെ കാണിക്കാനില്ലാത്ത ഓരോ മൈന്യൂട്ട് സാധനങ്ങളും എടുത്തെടുത്ത് കാണിക്കാം. നമുക്ക് പതുക്കെ ഒരു റൂമിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അറിയുള്ളൂ. അപ്പൊ പതുക്കെ നമുക്ക് നമ്മുടെ ജെറോക്കെ പോയി ഇരിക്കാം. ഇതൊക്കെ ലൈറ്റ് ജെറോക്കെ പോയി ഇരിക്കാം. അത് വേണ്ട ഇനിയിപ്പോ ഭയങ്കര ഈ സെഗ്മെന്റ് ഭയങ്കര ആർക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു മൂല്യ അവിടെ വേറെ അവരൊരു ആർട്ട് വർക്ക് വെച്ച് ചെയ്തിരിക്കുന്നു. കുന്തൻ വർക്ക് അത് ഇവിടുത്തെ റാണിയുടെ കണ്ട എല്ലാ റൂമിലും അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഈ റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റി അവർ പറഞ്ഞു. ഈ റൂമിന്റെ പേരുണ്ടല്ലോ അവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ അതൊരു ഫിഷിന്റെ പേരാ. ഓക്കെ ആ ഫിഷിന്റെ രൂപത്തിലാണ് അവിടെ അവർ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ സ്വീറ്റ് റൂമിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ സ്വീറ്റ് റൂമിനും ഓരോ പേരായിരിക്കും. ഓരോ വ്യൂ അനുസരിച്ച് അതനുസരിച്ചായിരിക്കും ഇവിടുത്തെ ഇത് കൊടുക്കുക അവര്. എന്തൊരു റൂം ടൂർ ആയിരുന്നു അല്ലേ? പ്രിയ റാണീസ് റൂം. ഓക്കേ അപ്പൊ ഇനി നമുക്ക് ദില്ലു അവിടത്തെ അതിന്റെ ഭംഗിയിൽ വേറൊരു കാര്യം മറന്നുപോയി. ഞാനിപ്പോഴാ ശ്രദ്ധിച്ചു. മെയിൻ വ്യൂ. See this. വാവ്. See the view. എല്ലാ സൈഡും ലേക്കിലേക്കാണ് വ്യൂ. എന്താ ഒരു ഭംഗി നോക്കി. ഇവിടുന്ന് നമ്മള് റൂമിൽ നിന്ന് എങ്ങനെ ഇറങ്ങുമ്പോഴേ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാ ഇറങ്ങുന്നേ ഇവിടെ തന്നെ ഇരിക്കാലോ. ഫുൾ കാണാലോ. സൺസെറ്റ് കാണാം. ഹോട്ടല് മൊത്തം നമുക്ക് ചുറ്റിക്കറങ്ങി നടക്കാം. പെർഫെക്റ്റ്. ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ? ഇല്ല അതൊക്കെ ലോക്ക്ഡ് ആയിരിക്കും സേഫ്റ്റിക്ക് വേണ്ടി. സ്റ്റണ്ണിങ് നോ സ്റ്റണ്ണിങ് വേറെ എന്ത് പറയാനാ. It is absolutely stunning experience. വേദൂനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പൊ പക്ഷെ ഇതെന്തിനാന്നറിയോ? ഇത് ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. ബാത്റൂം വെള്ളവും സോപ്പൊക്കെ വീഴുമ്പോ സ്ലിപ്പറി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇത് തുറന്ന് നിർത്തി കഴിഞ്ഞാൽ ഇന്ന മുകളിൽ നിർത്തിയാൽ ഒട്ടും തെറ്റില്ല. അടിപൊളിയല്ലേ ഇതൊക്കെ? പ്രിയ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ടിഷ്യൂ ബോക്സ്, സോപ്പും അതൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, സോപ്പ് ട്രേസ്, ടവൽ ട്രേസ് എല്ലാം മാർബിളാണ്. ഇറ്റ്സ് ഓൾ മെയ്ഡ് ഔട്ട് ഓഫ് മാർബിൾ. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എപ്പോഴും പറയില്ല, ഇതൊക്കെ തന്നെയാണ്. ദാറ്റ്സ് വൈ ഞാൻ വീണ്ടും പറയാം, സോ പ്രൗഡ് ടു സേ ദിസ്. എന്താണെന്നറിയോ, നമ്മുടെ ഒരു ഇന്ത്യൻ ഹോട്ടൽ വേൾഡിലെ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതും ടാറ്റ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടാറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹോട്ടലാണ് വേൾഡിലെ നമ്പർ. കഴിഞ്ഞപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം ടൂറൊക്കെ കഴിഞ്ഞ് പ്രിയക്ക് കേക്ക് കട്ട് ചെയ്യാം. അവിടെ തന്നെ പ്രിയ ഇരിക്കുകയാണ്, അനങ്ങുന്നില്ല. പ്രിയ ഒരു കേക്ക് കട്ടി. പ്രിയ ക്യാൻഡിലൊന്നും ഇല്ല, കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ആഘോഷം. എന്നാ ഇവിടെ തന്നെ ഇരുന്ന് ഒരു നല്ല ഫോട്ടോ എടുത്തു തരാം. നല്ല ചോക്ലേറ്റ് കേക്ക്, എന്റെ വേദുവിന്റെ. പൂ വരെ ഉണ്ട്. ഓക്കെ കട്ട് ചെയ്തോ, ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി, ഞാൻ പാടിക്കോളാം. ഇതിപ്പോ രണ്ടാമത്തെ കേക്ക് കട്ടിംഗ് ആണ്. അതും പാലസ്. അതെ, അതും എന്റെ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് സെറ്റിംഗ്സിൽ. ഹാപ്പി ബർത്ത്ഡേ. വേദോടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ പ്രിയ,
Happy birthday to you. ഫുൾ ചോക്ലേറ്റ്. കണ്ട വേദന വെള്ളം കേൾക്കാം. റിച്ച് ചോക്ലേറ്റ് കേക്ക്. വേദു ഓടി വാ. വേദോ വാ കേക്ക് കഴിക്കാം. ഓടുന്നു, അപ്പുറത്തോട്ട് ഓടുന്നു. ഇങ്ങനെ റൂം എങ്ങനെയുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം. ഇറ്റ് ഇസ് എക്സ്പീരിയൻസ്. റൂം മാത്രമല്ല ലൊക്കേഷൻ, ദാറ്റ് ഇസ് വൈ ഇത് ഞാൻ പറയുന്ന നല്ല ബെസ്റ്റ് ഹോട്ടൽ കിട്ടുന്നത്. ഈ ഒരു അൺബിലീവബിൾ ലൊക്കേഷൻ വേൾഡിൽ ഒരിക്കലും വേറെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സ്ഥലം കാണില്ല. നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ആണ് ഇതൊക്കെ. സത്യം ഇന്ത്യ കാണാൻ ഇത്ര ഭംഗിയാണെന്നാണ് രാജസ്ഥാൻ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. വരുമ്പോഴാണ് ഇന്ത്യക്ക് ഇത്രയും ഭംഗി മനസ്സിലാവുന്നത്. ചുമ്മാല്ല ഫോറിനേഴ്സ് ഒക്കെ ഇന്ത്യയിൽ വരുന്നത് കറക്റ്റ്. അതെ, ഈ വെൽക്കം ചോക്ലേറ്റ് ഞാൻ പ്രിയക്ക് കൊടുത്തില്ല. ഇതും മാർബിളിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റ്, അകത്ത് വൈറ്റ് ചോക്ലേറ്റ് ക്രീം. ഞാൻ കാണിച്ചു തരാം എന്തൊരു ടേസ്റ്റാന്നറിയോ. വേദ അവിടെ ഒറ്റയ്ക്ക് കയറിയിരുന്ന് നാണം വന്ന് പൊതച്ചിരിക്കും. എന്നിട്ട് എന്നെ വിളിച്ച് കാണിക്കും പൊതച്ച് കിടക്ക് വന്ന്. വേദ എന്താ ഇത്രയും നാണം? ഇത്രയും നാള് വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. നമുക്ക് ഈ രാജസ്ഥാനി ഡ്രസ്സിലൊക്കെ ഇട്ട് കുറെ നല്ല ഫോട്ടോസ് എടുക്കണ്ടേ? അത് പിന്നെയും കള്ളത്തരം. വെള്ളം എങ്ങനെയാ? വെള്ളം കുടിക്കുമ്പോ എങ്ങനെയാ ചോദിക്കുന്നത്? ഈ കള്ളത്തിന് കാണിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? വേദുവിന് കുറെ പിള്ളേര് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എല്ലാരും ഇതുപോലെ കാണിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വെറുതെ അഭിനയിക്കരുതെന്ന്. അപ്പോൾ പ്രിയയുടെ ഫേവറേറ്റ് പ്ലേസിൽ പോയി ഇരിക്കുകയാണ്. ഞങ്ങൾ എത്ര നോക്കിയിട്ടും ഒരു വ്ളോഗിൽ താജിൻ്റെ ഭംഗി മുഴുവനായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് OHF ഒരു ദിവസം 2 വ്ളോഗ് ഇറക്കുന്നതായിരിക്കും. ഇനി ഒരുപാട് മനോഹരമായ കാഴ്ചകളായിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ വീണ്ടും ഒരു വ്ളോഗ് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.